ഇപ്പോൾ നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിൽ ഗുരുദക്ഷിണയുടെ തത്വത്തെയും ആശയത്തെയും അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പറഞ്ഞവസാനിപ്പിച്ചതിൽ മറ്റു കഥകളുടെ തത്വത്തെ കൂടി അറിയുവാൻ ശ്രമിക്കാം. കാരണം ഓരോ കഥകളിലും തത്വം അന്തർഭവിച്ചിട്ടുണ്ട്. ആ തത്വം നമ്മൾ പ്രത്യേകം കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുവാൻ എളുപ്പത്തിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഗുരുജനങ്ങൾ അവയുടെ തത്വത്തെ നമുക്ക് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തി തരുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇനി ഉദ്ധവ ഗോപി സംവാദം മുതൽക്കുള്ള കഥാഭാഗങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഇപ്പൊ നന്ദാദികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉദ്ധവരെ വൃന്ദാവനത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ വൃന്ദാവനത്തിലെ വേണുഗാനം ഉദ്ധവർക്ക് കേൾക്കുവാൻ സാധിക്കുകയാണ്. ഇപ്പൊ കൃഷ്ണഗാഥകളെ കൊണ്ട് പാവനമായ വൃന്ദാവനത്തിലേക്ക് സന്ധ്യാസമയത്തോടു കൂടിയിട്ടാണ് ഉദ്ധവരെത്തിയത്. അപ്പൊ നന്ദഗോപര് സൽക്കരിക്കുന്നുണ്ട്. നന്ദഗോപര് ഉദ്ധവരോട് പറയുന്നുണ്ട്, അത്യാപത്തുകളിൽ നിന്നൊന്നും ഞങ്ങളെ ശ്രീകൃഷ്ണൻ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. കാരണം എന്ത് കണ്ടാലും ഇപ്പൊ ഞങ്ങൾക്ക് കൃഷ്ണനെ ഓർമ്മ വരികയാണ്. ആ ഓർമ്മ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനന്ദധാമത്തെ കൺകുളിരുവെ കാണുവാനുള്ള ഒരു അവസരം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലൗകികവും വൈദികവുമായ എല്ലാ കർമ്മങ്ങളും ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. സർവസ്വവും പോയാലും കൃഷ്ണനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അപ്പോ യശോദാനന്ദന്മാരുടെ ഇത്തരത്തിലുള്ള വാത്സല്യ ഭക്തി കണ്ട ഉദ്ധവരെ അതിശയിക്കുന്നുണ്ട്. ഉദ്ധവർ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മഹാഭാഗ്യം ചെയ്ത ആളുകളാണ്. ചണ്ടാളനായാൽ കൂടി കൃഷ്ണനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കും. അപ്പൊ പുത്രരൂപത്തിൽ വാത്സല്യ ഭക്തി ഉറച്ച നിങ്ങൾക്ക് ലൗകികവും വൈദികവുമായ ഒരു കർമ്മങ്ങളും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ലൗകികവും വൈദികവുമായ കർമ്മങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ആ അദ്വൈതമായ പരബ്രഹ്മതത്വത്തില് മനസ്സ് ലയിപ്പിക്കുക എന്നതാണ്. ആ പരബ്രഹ്മം ഇപ്പോൾ മനുഷ്യരൂപത്തിൽ ഇവിടെ അവതരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈശ്വര സത്തയിൽ അന്തർമുഖമായിട്ട് ആ വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതിൽ പരമധർമ്മം മറ്റൊന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു താല്പര്യത്തെയാണ് ഉദ്ധവര് തന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഭഗവാൻ സർവാത്മാവാണെന്ന് ബോധിക്കുവാൻ വേണ്ടിയിട്ട് ഉത്ബോധിപ്പിക്കുകയാണ് ഉദ്ധവര് നന്ദഗോപാദികളോട്, യശോദാനന്ദന്മാരോട് ചെയ്തത്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിരൂപത്തിൽ നിങ്ങളുടെ പുത്രഭാവത്തിൽ ഇവിടെ ജനിച്ച് ജീവിച്ച് ഇപ്പോൾ വിട്ടുപോയ ആ കൃഷ്ണനെ നിങ്ങൾ ആ ഒരു വ്യക്തിത്വത്തിൽ മാത്രമല്ല, നിങ്ങളിലും എന്നിലും സർവ്വതിലും കുടികൊള്ളുന്ന ചൈതന്യം ആ ശ്രീകൃഷ്ണൻ്റേത് തന്നെയാണ്, ആത്മാവിൻ്റേത് തന്നെയാണ്, ബ്രഹ്മത്തിൻ്റേത് തന്നെയാണ്, ഈശ്വരൻ്റേത് തന്നെയാണ് എന്നുള്ള ഒരു
ജ്ഞാനം, അറിവ് നിങ്ങൾ ബോധിക്കുകയാണ് ആവശ്യം. പിന്നെ തുടർന്ന് പറയുന്നുണ്ട്, കാര്യഗൗരവത്താൽ ഇവിടേക്ക് വരാതിരിക്കുന്നതാണ് കൃഷ്ണൻ. മധുരയിൽ ഇനിയും ഒരുപാട് ദൗത്യങ്ങൾ കൃഷ്ണനിലൂടെ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത്രല്ല, ഇപ്പോഴും പൂർണ്ണമായിട്ട് അവിടുത്തെ ഭരണഘടന പുനർനിർമ്മാണമൊന്നും പൂർണ്ണമായിട്ടില്ല. അത്തരം കാര്യങ്ങളും പിന്നെ പലർക്കും ശിക്ഷയും രക്ഷയും കൊടുക്കേണ്ടതായിരിക്കുന്ന ദൗത്യമെല്ലാം ഭഗവാൻ ഉള്ളതുകൊണ്ട് ഭഗവാൻ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ മറന്നിട്ടൊന്നുമല്ല. അങ്ങനെ ഉദ്ധവര് പിന്നീട് കുളിക്കുവാൻ വേണ്ടിയിട്ട് കാളിന്തിയിലേക്ക് പോകുമ്പോൾ എന്താണ്, അവിടെ ഗോപികമാരെ കാണുകയാണ്. അപ്പോ ഗോപികമാര് ദേശകാലങ്ങളെയെല്ലാം വിസ്മരിച്ച് ഉദ്ധവരെ സൽക്കരിച്ച് ഏകാന്തത്തിലിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കാൻ വിട്ടതായിരിക്കാം അങ്ങയെ. കാരണം കൃഷ്ണൻ ഇപ്പൊ ഞങ്ങളെയെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ കാര്യം കഴിഞ്ഞാൽ ഞങ്ങളെ ഇനി കൃഷ്ണൻ എങ്ങനെയാണ് ഓർക്കുക? മാങ്ങ കഴിയോളം ചുവട്ടിൽ കുട്ടികളെ നിൽക്കും. അതുപോലെ തന്നെ വിദ്യ ഗ്രഹിച്ചാൽ ശിഷ്യര് ഗുരുവെ ഉപേക്ഷിച്ചു പോകും. അനുഭവിച്ചു കഴിഞ്ഞാൽ ജാരൻ സ്ത്രീയെ വിട്ടുപോകും. ഇത് ലോക സ്വഭാവമാണ്. ഈ ലോക സ്വഭാവത്തെ തന്നെ കൃഷ്ണനും അനുകരിക്കും, കൃഷ്ണനും തുടരുമെന്ന് ഞങ്ങൾ ലവലേശം പോലും കരുതിയില്ല എന്നെല്ലാം പറഞ്ഞ് ഗോപികൾ ഉച്ചത്തിൽ പൊട്ടിക്കരയുന്നുണ്ട്. ആ സന്ദർഭത്തില് ഒരു വണ്ട് രാധാദേവിയുടെ കാലില് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അന്യാപദേശമായിട്ട് രാധാദേവി വണ്ടിനോടെന്നതുപോലെ കൃഷ്ണനോടും ഉദ്ധവരോടും പറയുവാനുള്ള കാര്യങ്ങളെ പറയുകയാണ് ഭ്രമരഗീത. ആ ഭ്രമരഗീതയിലെ 10 ശ്ലോകത്തിലെ കഥകളുടെ താല്പര്യത്തെ, ആശയത്തിന്റെ താല്പര്യത്തെ നമ്മളിവിടെ കഥാഭാഗം പറയുന്ന സന്ദർഭത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു സംക്ഷിപ്തമാണ് നമ്മൾ ഇവിടെ ഒന്ന് ആവർത്തിക്കുന്നത്. രാധാദേവി പറയാണ്, മധുപാനത്താൽ സ്വബോധം നശിച്ച മധുബ, ഇനി ഞങ്ങളുടെ കാല് പിടിക്കണ്ട. മധുപാനം കഴിഞ്ഞ് പുഷ്പത്തെ ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളെയും ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ്. ക്രൂരനായ അദ്ദേഹത്തിന്റെ വാക്കിൽ മോഹിച്ചിട്ടാകാം ആ മഹാലക്ഷ്മി കൂടി ഭഗവാന്റെ പാദശുശ്രൂഷയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യദുവതിയുടെ മഹിമ ഞങ്ങളോടല്ല, മധുരയിൽ ചെന്ന് പാടുക. ഞങ്ങൾ ഒന്ന് പറയട്ടെ, കറുത്ത നിറമുള്ള ആരെയും ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല. അവരെല്ലാം ചതിയന്മാരാണ്. കറുത്ത വർഗക്കാർ ചതിയന്മാരാണെങ്കിലും ഞങ്ങൾക്ക് പക്ഷെ കറുത്തവനായ കൃഷ്ണനെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുന്നില്ല. മറക്കുവാൻ ഞങ്ങളാൽ കഴിയുന്നില്ല. ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വണ്ടെന്ത് ചെയ്തു? വണ്ട് വീണ്ടും ഒന്ന് പറന്നു വന്ന് പിന്നെയും രാധാദേവിയുടെ കാലിൽ ഇരുന്നപ്പോൾ രാധാദേവി ശാന്തസ്വരത്തിൽ ചോദിക്കുകയാണ്, പ്രിയ സുഹൃത്തെ, നിന്നെ വീണ്ടും ആര്യൻ ഞങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചതാണോ? ഞങ്ങളെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൂതന് വിട്ടതാണോ? ഞങ്ങളുടെ ആര്യപുത്രന് അവിടെ സുഖം തന്നെയല്ലേ? പഴയതുപോലെ ഞങ്ങളെ ഇനിയും അനുഗ്രഹിക്കുകയില്ലേ? ഗോപികകളുടെ പരിഭവം കേട്ട ഉദ്ധവര് അവരെ നല്ലതുപോലെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭക്തിക്ക് ഗോപികളെ ഗുരുനാഥകളായി സ്വീകരിച്ചുകൊണ്ട് ഉദ്ധവർ അവരെ നമസ്കരിക്കുന്നുണ്ട്. യാതൊരു പാദങ്ങളെ പൂജിച്ചിട്ടാണോ
ശ്രീലക്ഷ്മി ഐശ്വര്യദേവതയായത്. ബ്രഹ്മാദികൾ കൂടി സൃഷ്ടിയാദികൾ ചെയ്യാൻ ശക്തന്മാരായത് ആരാണ്? അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ബ്രഹ്മാവ് സൃഷ്ടിക്കാനും വിഷ്ണുസ്ഥിതി അതിനെ നിലനിർത്താനും ആ മഹാദേവൻ അതിനെ സംഹരിക്കുവാനും ആ സൃഷ്ടിയാദി ലീലകൾ ചെയ്യാൻ അവരെങ്ങനെയാണ് കരുത്തരായത്? ആ സർവേശ്വരന്റെ സാന്നിധ്യം, അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഭഗവത് പാദങ്ങളെ സർവാത്മന ആശ്രമിച്ച ഈ ഗോപികമാർ നമസ്കാര യോഗ്യകൾ തന്നെ എന്ന് പറഞ്ഞ് ഭക്തിക്ക് ഉദാഹരണമായിട്ട് അക്രൂരൻ ഗോപികമാരെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു മാസങ്ങൾ തന്നെ ഉദ്ധവരവിടെ കഴിഞ്ഞുകൂടുന്നുണ്ട്. രാത്രിയിൽ യശോദാനന്ദന്മാരുടെ അടുക്കലായിരിക്കും ഉദ്ധവര്, പകല് ഗോപികമാരുടെ അടുക്കലുമായിരിക്കും. അങ്ങനെ ഉദ്ധവര് മനസ്സിലാക്കുന്നുണ്ട് താൻ ഇത്രകാലം ശാസ്ത്രമേ പഠിച്ചിട്ടുള്ളൂ. ശാസ്ത്രസാരമിരിക്കുന്നത് ഗോപികമാരുണ്ടല്ലോ അവരിലാണെന്ന് ഉദ്ധവര് തിരിച്ചറിയുകയാണ്. ഉദ്ധവര് മധുരയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവരെല്ലാം കാഴ്ചദ്രവ്യങ്ങളെ തേരിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉദ്ധവര് മധുരയിലെത്തുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താണ്? ഗോപികളുടെ അനന്യഭക്തി, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യം, വിരഹത്തിലാണ് ഭക്തി വളർന്ന് പുഷ്ടി പ്രാപിക്കുന്നത് എന്ന് ഈ കഥയുടെ സാരത്തിൽ നിന്നും നമുക്ക് സംക്ഷിപ്തമായിട്ട് ബോധിക്കാം. ഒന്നെന്താണ്? ഗോപികളുടെ അനന്യഭക്തി. കാരണം ആവശ്യത്തിന് കുലമഹിമയോ, ആവശ്യത്തിന് അക്ഷരാഭ്യാസമോ, ആവശ്യത്തിന് നല്ല സംസ്കാരമോ ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലാത്തവരായിട്ടാണ് ഗോപികമാര് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഗോപികമാർക്കാണ് ഇവിടെ അനന്യമായ ഭക്തി, അഖണ്ഡമായ ഭക്തി, ഏകാന്തമായ ഭക്തി, നിർഗുണമായ ഭക്തി ഈശ്വരനിൽ ഉണ്ടായത്. ആ ശ്രീചാരണ എന്ന യോഗഭൂമികയിലെ രണ്ടാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങൾ പറയുമ്പോൾ കപിലോപദേശത്തിൽ നമ്മൾ ഭക്തികളുടെ പ്രത്യേകതകളെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞ ഭക്തിയുടെ ഉന്നത തലമായ അവസാന ഭാഗമായ നിർഗുണ ഭക്തിയെ, ആ നിർഗുണ ഭക്തി തന്നെ ഇവിടെ ഗോപികമാർക്കുണ്ടായി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പൊ നമ്മളെ ഏത് കുലത്തിലോ, ഏത് ദേശത്തിലോ, ഏത് സാഹചര്യത്തിലോ, എങ്ങനെയോ ജനിച്ചവരായിക്കൊള്ളട്ടെ, ഗുരുവിന്റെയും ഈശ്വരന്റെയും നമ്മുടെയും കൃപ, അനുഗ്രഹം നമ്മിൽ പൂർണ്ണമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ നിർഗുണ ഭക്തിയുടെ തലത്തിൽ, ഗോപികമാരുടെ ഭക്തിയുടെ തലത്തിൽ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ ഭാഗവത ധ്യാനം ശ്രദ്ധിക്കുന്നവര് ബോധിക്കേണ്ട ഒരു തത്വം, നിങ്ങളിപ്പോൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഭക്തിയെ സമ്പാദിക്കുക, യഥാർത്ഥ ഭക്തി. കാര്യലാഭത്തിനോ വിഷയഭജനത്തിനോ വേണ്ടി മാത്രമല്ല, സ്വയം അറിയുവാൻ, സ്വയം തന്നെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തി ആർജിക്കുക. അതാണിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതും. കാരണം നമ്മളെല്ലാം ഒരേ ആത്മീയ പാതയിൽ
വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നവരാണ്. ഇവിടെ മത്സരമോ തിരക്കോ ഒന്നുമില്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ചവരെ, അതായത് ഞാൻ ആരാണെന്ന് തന്നെ ബോധിച്ചവരെ, സ്വയം ബോധിച്ചവരെ, എന്നെ അറിഞ്ഞവരെ, ആ സ്വയം അറിഞ്ഞവരെ അറിയാത്ത മറ്റുള്ളവരിൽ നിന്നും പ്രത്യേക മഹിമയോ അതുപോലെ തന്നെ ഒരു താഴ്ചയോ ഒന്നും ഉള്ളവരല്ല. കാരണം അവരെല്ലാം അറിഞ്ഞവരെല്ലാം ബ്രഹ്മത്തിൽ, സത്യത്തിൽ, ആത്മാവിൽ ആദ്യം എത്തിച്ച, അറിയാത്തവരോ അവർ പിറകിലെത്തിക്കൊള്ളാം. ഇപ്പൊ നിങ്ങളിപ്പോ ഭക്തരാണെങ്കിലും ഭക്തി ഇല്ലാത്തവരാണെങ്കിലും ഭക്തിയെ അഭിനയിക്കുന്നവരാണെങ്കിലും നിങ്ങൾ കുണ്ഠിതപ്പെടേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ, ആ നാളെകൾക്ക് ചിലപ്പോൾ ദിവസങ്ങളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ, ജന്മങ്ങളുടെ, യുഗങ്ങളുടെ കാത്തിരിപ്പ് ആവശ്യമായി വന്നേക്കാം. എങ്കിലും നിങ്ങളെല്ലാവരും ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. യഥാർത്ഥ ലക്ഷ്യമായ ബ്രഹ്മത്തിൽ നിന്നുമാണ് നമ്മളെല്ലാവരും സത്യത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നതും ആ ബ്രഹ്മത്തിൽ തന്നെയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ലയിക്കുന്നതും ലയിക്കാൻ പോകുന്നതും ആ ബ്രഹ്മത്തിൽ തന്നെയാണ്. ഈ ഒരു സത്യം അനുഭൂതിയായി, ഇന്ദ്രിയാതീതമായി ബോധിക്കുന്നത് വരെയും സാക്ഷാത്കരിക്കുന്നത് വരെയും ജനമൃതിയുടെ ഈ സംസാര ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സംസാരത്തിൽ നിന്നും തനിക്ക് മോചിക്കാൻ, എനിക്ക് മോചിക്കാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ധർമ്മം ആചരിച്ച് ജീവിക്കുക. ഇത്ര മാത്രമേ ഇവിടെ ചെയ്യുവാനായിട്ടുള്ളൂ. പിന്നിവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യവും കാണുവാൻ സാധിച്ചു. ഭക്തൻ അറിഞ്ഞും അറിയാതെയും കൃത്യമോ അകൃത്യമോ എന്തുമായിക്കൊള്ളട്ടെ അവയെല്ലാം ഈശ്വരൻ സഹിക്കും, ക്ഷമിക്കും, പൊറുക്കും. അതും നമുക്ക് ഈ ഉദ്ധവ ഗോപി സംവാദം, ഭ്രമരഗീത മുതലായ കഥകളുടെ തത്വത്തിൽ നിന്നും അറിയുവാൻ കഴിയുന്നതാണ്. പിന്നെ എന്താണ്? വിരഹത്തിലാണ് ഭക്തി വളർന്ന് പുഷ്ടി പ്രാപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭക്തി ഇല്ലാത്തവർക്കോ വിരഹം ഒരു ആശ്വാസമായിരിക്കും, വേർപാട് ഒരു ആശ്വാസമായിരിക്കും. യഥാർത്ഥമായ ഭക്തി, ആ ഭക്തി ഉള്ളവരെ സംബന്ധിച്ചോ വിരഹം, ആ വിരഹം സന്ദർഭത്തിൽ ആരാണോ വേർപെട്ട് നിൽക്കുന്നത് അവരെ അവർ സദാ വിസ്മരിക്കും. വിരഹത്തിൽ അതൊരാശ്വാസമായി, സമാധാനമായി എന്ന് കരുതുന്ന ഭക്തി ഇല്ലാത്തവരെ സംബന്ധിച്ചോ വിരഹം തൽക്കാലം സമാധാനമുണ്ട്. ഭക്തന്മാരെ സംബന്ധിച്ചോ വിരഹം ആത്യന്തികമായ ശാന്തിയെ തന്നെ പ്രദാനം ചെയ്യുവാൻ കാരണമായിട്ട് തീരും. പിന്നീട് ഭഗവാൻ മധുരയിൽ വെച്ച് സൈരന്ധ്രിയെ അനുഗ്രഹിക്കുന്ന കഥയാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. കാമതപ്തയായ സൈരന്ധ്രിയുടെ ഭവനത്തിൽ ചെന്ന് അവരുടെ കാമത്തെ ഭഗവാൻ തീർത്തു കൊടുക്കുന്നുണ്ട്.
ആ കാമം തീർത്തു കൊടുത്തതിൽ നിന്നും ഉപശ്ലോകൻ എന്നൊരു പുത്രൻ ആ സൈരന്ധ്രിയിലൂടെ ഭഗവാനെ ജനിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? വൈശികര് വിഷയലാഭത്തിന് വേണ്ടിയിട്ടാണ് മഹാത്മാക്കളെ സമീപിക്കുന്നത്. ഗുരുവിനെയും ഈശ്വരനെയും വൈശികന്മാര് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷയലാഭത്തിന് വേണ്ടിയിട്ടാണ് സമീപിക്കുന്നത്. അവർക്ക് സംസാര നിവൃത്തി ഉണ്ടാവില്ല. അവർക്ക് സംസാരത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പതിപത്നി സുതാദികളിലും ഒക്കെ കിട്ടുന്ന ആ നൈമിഷികങ്ങളായിരിക്കുന്ന സുഖമാണ് അവർ പരമലക്ഷ്യമായിട്ട് കരുതുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കാമനയോടുകൂടി സന്യാസിമാരെയും അതുപോലെ ഈശ്വരനെയും ഒക്കെ ആശ്രയിക്കുന്നതും ഉപാസിക്കുന്നതും. ഇവിടെ ഏതെങ്കിലും ഒരു സന്യാസി മനുഷ്യരുടെ തലത്തിലേക്ക് താഴ്ന്നു വരുന്നുണ്ടെങ്കിൽ, സംസാരികളുടെ തലത്തിലേക്ക് താഴ്ന്നു വരുന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ സന്യാസിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ നമ്മള് ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, സാധുധർമ്മം സ്വീകരിച്ചവരെയും പുച്ഛിക്കുവാനും നിന്ദിക്കുവാനും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെ ഭൗതികമായിട്ടെങ്കിലും വ്യവഹാര തലത്തിലെങ്കിലും ഉപേക്ഷിക്കുവാനുള്ള ധീരത പ്രകടമാക്കിയിട്ടുള്ളവരാണ് സന്യാസിമാർ എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരു കാലത്തും മറക്കരുത്. വിഷയങ്ങളുടെ നടുവിൽ വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഉദരപൂരണത്തിന് വേണ്ടിയിട്ടാണ് സന്യാസവും സമ്പ്രദായവും എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അത് വാസ്തവത്തിൽ ഇവിടെ ഭഗവാൻ എല്ലാം പൊറുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യം ഭഗവാൻ കൂടി പൊറുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് സാധാരണക്കാരല്ല, വിവരമില്ലാത്തവരല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നത്, വിവരമുണ്ടെന്ന് അഭിമാനിക്കുന്നവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലൗകികതയിലെ IAS ആയാലും IPS ആയാലും LLB ആയാലും ഏത് ഡോക്ടറേറ്റ് ആയാലും ലൗകികന് അവന്റെ ബുദ്ധിക്ക് അവന്റെ ബോധത്തിന് ഏതുവരെ എത്താൻ പറ്റൂന്ന് സ്ഥലമുണ്ട്. അവൻ അതുവരെ എത്താൻ പറ്റും. അതുകൊണ്ടാണ് അവൻ ഈ രീതിയിൽ സംസ്കാരത്തെ ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ നോട്ടത്തിൽ അത് വലിയ സേവാപ്രവർത്തനമാണ്, വലിയ ധർമ്മസേവയാണ്. ആത്മീയത യഥാർത്ഥത്തിൽ തനിക്ക് തന്നെ ഉദ്ധരിക്കുവാനുള്ള ഉപായമാണ്, മാർഗമാണ് നിർദ്ദേശിക്കുന്നത്. താൻ അതിനെ ശ്രമിക്കാതെയാണ് മറ്റുള്ളവരെ ശരിയാക്കാനും മറ്റുള്ളവരെ ആക്ഷേപിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നത്. ഈ ഭഗവത് ധ്യാനത്തിലൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രമായ ഒരാശയ സംവാദമാണ്, ആശയ വിശകലനമാണ്. എന്നെ സംബന്ധിച്ച് ഒരാളുടെ മുമ്പിലായാലും 1000 പേരുടെ മുമ്പിലായാലും 10,000 പേരുടെ മുമ്പിലായാലും ഇനി എത്ര 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 ആളുകൾ കൂടിയാലും കുറഞ്ഞാലും ഞാൻ ഉപയോഗിക്കുന്ന എനർജി, ഊർജം അത് ഒരളവിൽ മാത്രമാണ്. ഒരാളേ ഉള്ളൂ, കൂടുതൽ ആളുണ്ട് എന്ന് കരുതി അവിടെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൃത്രിമങ്ങളോ ജാടകളോ ഇതുവരെ, നാളത്തെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇതുവരെ ചെയ്തിട്ടില്ല.
അതുകൊണ്ട് തന്നെ ത്രിപുരാശ്രമധർമ്മം ആ സന്യാസ സംസ്കാരത്തിൻ്റെതായിരിക്കുന്ന യഥാർത്ഥ പ്രൗഢിയോട് കൂടിയിട്ട് തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കട്ടെ. അപ്പോ വൈശികൻ വിഷയലാഭത്തിന് വേണ്ടിയിട്ടാണ് ഗുരുജനങ്ങളെ, സന്യാസിമാരെ കൂടി സമീപിക്കുന്നത് എന്നുള്ള ഒരു നിജസ്ഥിതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. തുടർന്ന് അങ്ങനെയുള്ള വൈശികന്മാർക്ക് സംസാര നിവൃത്തി ഉണ്ടാകുമോ? നമ്മൾ പറഞ്ഞു അനന്തകാലം എത്ര ജന്മമായാലും അത് ഉണ്ട്. പക്ഷേ അവരതങ്ങനെ ആ സംസാര ഭ്രമണചക്രത്തിൽ എത്ര ജന്മങ്ങൾ കറങ്ങും എന്നുള്ളതിന് ഒരവസാനവുമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പുണ്യം കൊണ്ട് അവർ യഥാർത്ഥ സത്സംഗത്തിലേക്കും ധർമ്മത്തിലേക്കും തിരിച്ചു വരുന്ന ആ നിമിഷം മുതൽ അവർക്ക് ശാന്തിയും സമൃദ്ധിയും യാഥാർത്ഥ്യപ്പെടുന്നു. തുടർന്ന് ഭഗവാൻ ഉദ്ധവനോട് കൂടിയിട്ട് അക്രൂരന്റെ ഭവനത്തിലെത്തുന്നുണ്ട്. അങ്ങനെ അക്രൂരന്റെ ഭവനത്തിലെത്തിയിട്ട് ആത്മോപദേശം ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ചെറിയച്ഛനും രക്ഷിതാവുമാകുന്നു. ഈശ്വരകൽപിതമായ കർത്തവ്യകർമ്മങ്ങളെ നാം ഏവരും ഉപേക്ഷിക്കരുത്. അതുകൊണ്ട് അങ്ങ് ഹസ്തിനപുരിയിൽ ചെന്ന് കുന്തിദേവിയുടെയും മറ്റും സുഖവിവരങ്ങൾ അറിഞ്ഞ് തിരിച്ചു വരണം എന്ന് ഭഗവാൻ അക്രൂരിലൂടെ അറിയിക്കുകയാണ്. അങ്ങനെ അക്രൂരെ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ബലരാമനും കൃഷ്ണനും ഉദ്ധവരും ആ മഥുരയിൽ തന്നെ തുടരുന്നുണ്ട്. പിന്നീട് അക്രൂരെ ഹസ്തിനാപുരിയിലാണ്. ഹസ്തിനാപുരിയിലെത്തിയ അക്രൂരൻ ധൃതരാഷ്ട്രർ, വിതുരർ, ഭീഷ്മർ, കുന്തി മുതലായവരെയെല്ലാം പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അവിടുത്തെ യാഥാർത്ഥ്യം അറിയുവാൻ വേണ്ടിയിട്ട് കുറച്ച് മാസങ്ങൾ തന്നെ അവിടെ ചെലവഴിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കുന്തിദേവി കുട്ടികളോടുകൂടി ഒരു മാൻപേട ചെന്നായക്കൂട്ടങ്ങളുടെ ഇടയിൽ എത്തുന്നത് പോലെയാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആർത്തബന്ധുവായ ഭഗവാൻ എന്താണ് ഇനിയും എന്നെ രക്ഷിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി കരയുന്നതായ രംഗവും ഇവിടെ കഥയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കുന്തി മാതാവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ധൃതരാഷ്ട്രരോട് പ്രത്യേകം പറയുന്നുണ്ട്, രാജാവ് ഒരിക്കലും പക്ഷപാതമായി പ്രവർത്തിക്കും. ജനിക്കുന്നതും മരിക്കുന്നതും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അങ്ങ് രാജാവ് രാഷ്ട്രത്തിലെ പ്രജകളെ ധർമ്മം പ്രാവർത്തികമാക്കാൻ സഹായിക്കേണ്ട ആളാണ്. ആ രാജാവ് തന്നെ പക്ഷഭേദത്തോടുകൂടി പ്രവർത്തിച്ചാൽ പ്രജകൾ എന്ത് ചെയ്യും? സുഹൃത ദുഷ്കൃത ഫലങ്ങൾ അവരവരെ അനുഭവിക്കേണ്ടതാണെന്ന് അങ്ങ് തന്നെ ഓർക്കണം. അതാരും പങ്കുവെക്കുകയില്ല. അങ്ങ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ജന്മം കൊണ്ട് അങ്ങ് തന്നെ അനുഭവിച്ചു തീർക്കണം. അതുകൊണ്ട് ദുഷ്കൃതം ചെയ്യാതെ സുഹൃതം ചെയ്തുകൂടെ എന്നെല്ലാം ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ആ വർത്തമാനകാലത്ത് ധൃതരാഷ്ട്രരിൽ വലിയ മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ അക്രൂരര് മധുരയിലേക്ക് തിരിച്ചുപോയി വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇവിടെയാണ് പൂർവാർദ്ധ ഭാഗം കഴിയുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ
ദശമസ്കന്ധത്തിൽ പൂർവാർദ്ധം കഥാഭാഗങ്ങളും തത്വങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കഥയിൽ നിന്നും ദേഹവാസനയുടെ ജയം, മരണഭയനാശം, അനന്യഭക്തി ഉണ്ടാകണം, മനസ്സ് ശുദ്ധിയാക്കണം, സർവത്ര സർവേശ്വര ദർശനം സത്യമാകണം എന്നീ തത്വങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മനസ്സിലാക്കാം. എന്താണ് ദേഹവാസനയുടെ ജയം? കാരണം ദേഹം, ശരീരം ഞാനാണെന്നതുള്ള ആ ഒരു ബോധം കൊണ്ടാണ്, ആ ഒരു തോന്നൽ കൊണ്ടാണ് ശരീരത്തിന്റെ സുഖാനുഭവത്തിന് വേണ്ടി ധർമ്മവും അധർമ്മവും അന്തമായി തുടരുന്നത്. അപ്പോ ദേഹത്തിലെ മോഹമുണ്ടാക്കുന്ന മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിന്റെ അനിയന്ത്രിതമായ തോന്നലിനനുസരിച്ച് മുന്നോട്ട് പോയാൽ അധപതനമായിരിക്കും. അല്ല, ദേഹവാസനയുടെ മുകളിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ജയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ എന്താണ്? മരണഭയനാശം. കംസവധത്തിലൂടെ ഒത്തിരി കഥകളിലൂടെ തത്വങ്ങളായിട്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കംസവധത്തിലൂടെ അത് നമ്മൾ അസന്ധിഗ്ധമായിട്ടും ബോധിപ്പിച്ചു കഴിയും. ഞാൻ ജനിക്കുന്നവനോ മരിക്കുന്നവനോ അല്ല എന്നുള്ളൊരു അവബോധത്തിലേക്ക് ഉണരുവാനും ഉയരുവാനും സാധിക്കണം. പിന്നെ അനന്യഭക്തി ഉണ്ടാകണം. എന്ന് വെച്ചാൽ തമോ ഗുണഭക്തൻ രജോ ഗുണഭക്തനാകണം, രജോ ഗുണഭക്തൻ സത്വഗുണഭക്തനാകണം, സത്വഗുണഭക്തൻ നിർഗുണഭക്തൻ എന്ന ആ അനന്യഭക്തി ഗോപികമാരെ പോലെ യഥാർത്ഥ ഭക്തിയുടെ ഉന്നത തലത്തിൽ എത്തണം. പിന്നെ എന്താണ്? മനസ്സ് ശുദ്ധിയാകും. മനസ്സ്, വാസനകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായി അകലുമ്പോഴാണ് മനസ്സ് ശുദ്ധമാകുന്നത്. ഇപ്പൊ ഇഷ്ടാനിഷ്ടമില്ലാതെ, രാഗദ്വേഷങ്ങളില്ലാതെ, അനുകൂല പ്രതികൂലങ്ങളില്ലാതെ സ്വധർമ്മം, തനിക്ക് വന്നു ഭവിച്ച കർമ്മം, ദൗത്യം, അതിനെ ഈശ്വരപൂജയായിട്ട് മൂലമന്ത്രം ജപിച്ചു, മൂലരൂപം ധ്യാനിച്ചു ചെയ്ത് ജീവിതം തുടരാൻ. ജീവിതം യഥാർത്ഥ ബോധത്തോടുകൂടിയിരിക്കുന്ന ജീവിതം ധീരതയുള്ളവർക്കുള്ളതാണ്, ഭീരുക്കൾക്കുള്ളതാണ്. അടിമത്ത മനോഭാവം വെച്ച് പുലർത്തുന്നവർക്കുള്ളതല്ല. ആശ്രയബോധം വളർത്തി വിടുന്നവർക്കുള്ളതല്ല. എന്തായാലും ഇനി നമുക്ക് ജരാസന്ധ യുദ്ധം, ആ മുചുകുന്ദ മോക്ഷം, അതുപോലെ രുക്മിണി സ്വയംവരം മുതലായ കഥകളിലെ ആ തത്വം, ആത്മീയ തത്വം എന്താണെന്ന് പരിശോധിക്കുവാനായിട്ട് ആരംഭിക്കാം.